ഉൾപ്പെടെയുള്ള മുഖ്യ അതിഥികൾ ഈ വേദിയിലേക്ക് പ്രവേശനമാണെന്ന് അറിയിക്കുകയാണ്. ഏവർക്കും നമസ്കാരം. ചരിത്രം ഒരിക്കലും ആവർത്തിക്കപ്പെടുന്നില്ല, പകരം കാലത്തിന്റെ അടയാളമായി എന്നും നിലനിൽക്കുന്നു. പോയ കാലത്തിന്റെ ചരിത്രവും സംസ്കാരവും മറവിയിലേക്ക് മാഞ്ഞുപോകാതെ പുതുതലമുറയ്ക്ക് അനുഭവവേദ്യമാക്കുവാൻ വേണ്ടി സംഘടിച്ചവരുടെ കൂട്ടായ്മയാണ് പത്തനംതിട്ട ജില്ലാ ന്യൂമിസ്മാറ്റിക് ആൻഡ് ഫിലാറ്റലിക് അസോസിയേഷൻ. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, പുരാവസ്തുക്കൾ, താഴിലോലകൾ, ഫോസിലുകൾ ഇവ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന വിജ്ഞാനപ്രദമായ അടൂർ ടെക്സ് 2024 പ്രദർശനത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. അതിനായി അടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കരായ കുഞ്ഞുങ്ങളെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മന്ദാരപ്പൂവിലും മഞ്ഞിൻ കണത്തിലും ചന്തം ചുരത്തുന്ന ചാരുമൂർത്തേ, മണ്ഡലിക്കുള്ളിലും മാമലയ്ക്കുള്ളിലും സ്പന്ദനം കൊള്ളുന്ന ചാരുസത്തേ, ചിന്തയിൽ വാക്കിൽ പ്രവൃത്തിയിലൊക്കെയും ചിന്തനെ നന്മതൻ തൂവെളിച്ചം, സന്താപമെല്ലാം അകറ്റിയൻ മാനസേ സന്തോഷ സൗഖ്യങ്ങൾ സഞ്ചിതങ്ങൾ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, നീ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ, വിജ്ഞാനദീപം നിറകതിൽ തൂകാൻ, നേരിന്റെ പാത തെളിക്കേണമേ നീ, നേരിന്റെ പാത തെളിക്കേണമേ നീ, നേരിന്റെ പാത തെളിക്കേണമേ നീ. പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ട വയനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ദീർഘമായ ഓർമ്മകൾക്ക് മുൻപിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിന് പരിചയപ്പെടുത്തേണ്ടത് അനിവാര്യമായതുകൊണ്ട് അവരെ പരിചയപ്പെടുത്തുന്നതിനും സ്വാഗതം ആശംസിക്കുന്നതിനും വേണ്ടി ശ്രീ ഹക്കീം മാളിയേക്കലിനെ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഫിലാറ്റലിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഷൈനി, നമ്മുടെ ഇന്നത്തെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ള ബഹുമാന്യനായ ഡോക്ടർ MG ശശിഭൂഷൺ, ബഹുമാനിയായ PNBയുടെ സെക്രട്ടറി ലതാ വിൽസൺ, PNBയുടെ എല്ലാമായ മാത്യു സാർ, അടൂർ മുനിസിപ്പൽ 27ാം വാർഡിൻ്റെ മെമ്പർ ശ്രീ മഹേഷ് കുമാർ, ഇവിടെ ആദരിക്കപ്പെടുന്ന ബഹുമാന്യനായ ദാമോദരൻ കുറുക്കൽ, ഈ PNBയുടെ അഭിമന്യരായ മെമ്പർമാരെ, അവരുടെ ഭാര്യ ഭർത്താക്കന്മാരെ, ഈ പ്രദർശനം കാണാനും ഒക്കെ എത്തിയിട്ടുള്ള ന്യൂമിസ്മാറ്റിക്സ് ഇതുമായി താല്പര്യമുള്ള പൊതുസമൂഹം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, ഡീലർമാർ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കായംകുളം
കായംകുളം പ്രദേശം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ. അദ്ദേഹത്തെ കുറിച്ച് പറയാം. പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഫിലാറ്റലിക് അസോസിയേഷൻ കഴിഞ്ഞ വർഷങ്ങളായി ഏകദേശം 35 എക്സിബിഷനുകൾ ഇതോടൊപ്പം നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരള ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ എക്സിബിഷൻ നടത്തിയിട്ടുള്ള ഒരു അസോസിയേഷൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ബഹുമാന്യനായ കെ മാത്യു സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഫിലാറ്റലിക് അസോസിയേഷൻ ഇന്നും ഓരോ പടി ഉയരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും എക്സിബിഷൻ നടത്തുക, അതേപോലെ തന്നെ പഠന യാത്രകൾ നടത്തുക, ഗംഭീരമായ മീറ്റിങ്ങുകൾ നടത്തുക, ഇത്തരത്തിൽ കളക്ടേഴ്സിനെ പ്രചോദിപ്പിക്കുന്ന, കളക്ടേഴ്സിന് ആവേശം കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു അസോസിയേഷനാണ് പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഫിലാറ്റലിക് അസോസിയേഷൻ. അടൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എക്സിബിഷനുകൾ തിരുവല്ല, പത്തനംതിട്ട, അങ്ങനെ പല ഭാഗങ്ങളിലായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ഷൈൻ, അദ്ദേഹം ബാഴൂർ NSS കോളേജിലെ പ്രൊഫസറാണ്, വലിയ കളക്ഷനുള്ള ആളാണ്. അദ്ദേഹത്തെ എൻ്റെ പേരിലും ഈ PNPയുടെ പേരിലും അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ബഹുമാന്യനായ ഡോക്ടർ MG ശശിഭൂഷൺ സാറാണ്. അദ്ദേഹമാണ് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അർഹനായ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം തിരുവനന്തപുരം കവടിയാറിലാണ് താമസിക്കുന്നതെങ്കിലും ജന്മം കൊണ്ട് അദ്ദേഹം കായംകുളം കൃഷ്ണപുരം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിരുന്നു S. ഗുപ്തൻ നായർ. അദ്ദേഹത്തെ കുറിച്ച് അറിയാം. ഏകദേശം 27ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ ബഹുമാന്യനായ ഡോക്ടർ ശശിഭൂഷൺ സാർ. ചരിത്രകാരൻ എന്ന നിലയിലും രചയിതാവ് എന്ന നിലയിലും ബാഗ്മി എന്ന നിലയിലും വിദ്യാഭ്യാസ വിചക്ഷൺ എന്ന നിലയിലും അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം 1974 മുതൽ 76 വരെ മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിൽ ജേർണലിസ്റ്റായി വർക്ക് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത MA PhD ആണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ പറഞ്ഞാൽ തീരാത്ത കണക്കിലുള്ള അവാർഡുകളും ആദരവുകളും കിട്ടിയിട്ടുള്ള ആളാണ്. യുനെസ്കോ അവാർഡ്, ലളിതകലാ അക്കാദമി അവാർഡ്, കലാസാഹിത്യ അക്കാദമി അവാർഡ്, UGC സീനിയർ ഫെലോഷിപ്പ്, റിസർച്ച് ഫെലോഷിപ്പ്, അതായത് ഫിൻലൻഡിലെ ഹെൽസിങ്കി യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിസർച്ച് ഫെലോഷിപ്പ്, NV കൃഷ്ണ വാര്യർ അവാർഡ്, മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ അവാർഡ്, സീനിയർ ഫെലോഷിപ്പ് ഓഫ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഡൽഹി തുടങ്ങിയ വളരെ ലോകമറിയപ്പെടുന്ന അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ് നമ്മുടെ ഉദ്ഘാടകൻ. അദ്ദേഹം 17 പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ കവിതകളോ കഥകളോ നോവലുകളോ ഒന്നുമല്ല, ചരിത്ര ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. 17ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട യഥാർത്ഥ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങളാണ് മിക്കവയും. കേരളത്തിലെ ചുവർ ചിത്രങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും DC ബുക്സുമാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ബുക്കുകളും
പുറത്തിറക്കിയിട്ടുള്ളത്. കേരളത്തിലെ ചുവർ ചിത്രങ്ങൾ, മ്യൂറൽ ഓഫ് കേരള, ഗംഗ മുതൽ കാവേരി വരെ, കേരളീയരുടെ ദേവതാ സങ്കല്പം, കേരളത്തിലെ ദാരുശില്പങ്ങൾ, കായംകുളത്തിൻ്റെ കാണാചരിത്രം, മാർത്താണ്ഡവർമ്മ, ആലേഖനങ്ങളിലെ കേരള ചരിത്രം, ദേശചരിത്രം, കേരളീയ ക്ഷേത്രങ്ങളിലൂടെ കേരളീയ കലാദർശനം, അറിയപ്പെടാത്ത അനന്തപുരി, അത്താഴ പ്രശ്നക്കാരനുണ്ടോ തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽപ്പെട്ടവരാണ്. ദൂരദർശൻ ചാനലിൽ സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ ദൂരദർശൻ ചാനൽ സ്ഥിരമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹത്തെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചിട്ടുണ്ട്. അനന്തപുരിയെക്കുറിച്ച്, പത്മനാഭപുരം കൊട്ടാരത്തെക്കുറിച്ച്, തിരുവനന്തപുരത്തിൻ്റെ ചരിത്രപരവും സാഹിത്യപരമായ കാര്യങ്ങളെക്കുറിച്ച്, അയോധ്യയെക്കുറിച്ച്, പള്ളികളെക്കുറിച്ച്, ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിപുലമായ ചർച്ചകൾ ദൂരദർശൻ കേന്ദ്രത്തിൽ സ്ഥിരമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് കിട്ടിയത് തന്നെ വലിയ സന്തോഷമാണ്. അദ്ദേഹത്തിന് ആദരവോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അടുത്തതായി KNDയുടെ സെക്രട്ടറി, ഞാൻ കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിലെ ന്യൂമിസ്മാറ്റിക് സൊസൈറ്റികളും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു വനിതാ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ക്ലബ്ബ് ആദ്യമായിട്ടാണ് എനിക്ക് പരിചയപ്പെടാൻ കഴിയും. ഉരുക്ക് വനിത എന്ന് പറഞ്ഞാൽ പോരാ, ഈ സിമെന്റിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ ഉറപ്പിക്കാനാവാത്ത വിശ്വാസം എന്നൊക്കെ പറയുന്ന പോലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെക്രട്ടറിയെ കിട്ടിയതിൽ നമുക്കെല്ലാം അഭിമാനമുണ്ട്. ഏറ്റവും വിശേഷ കാര്യങ്ങളിൽ ഓടി നടന്ന് ചെയ്യുന്ന ഈ ഉരുക്ക് വനിതയെ നമുക്ക് പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യാം. മാഡത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ രക്ഷാധികാരി, PNBയുടെ ആദ്യകാല പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെയായി വർക്ക് ചെയ്ത് ഈ പ്രസ്ഥാനത്തെ ഇത്തരണത്തിൽ എത്തിച്ചിട്ടുള്ള ബഹുമാനനായ KK മാത്യു സാറിനെ എൻ്റെ ഹൃദയം നിറഞ്ഞതും അതോടൊപ്പം തന്നെ എല്ലാവർക്കും വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യാം. ഇനി സ്വാഗതം പറയാനുള്ളത് നമ്മുടെ അടൂർ മുനിസിപ്പാലിറ്റിയുടെ 27ാം വാർഡ് മെമ്പർ ശ്രീ മഹേഷ് കുമാറാണ്. അദ്ദേഹം ഇവിടെ നമ്മുടെ മീറ്റിംഗിൽ ക്ഷണിച്ചു. അദ്ദേഹത്തിന് തിരക്കാണെങ്കിലും പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറ്റത്തില്ല, അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. പിന്നെ ബഹുമാന്യനായ നമ്മുടെ ട്രഷറർ മോഹനപിള്ള മുരളീധരൻ സാറ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ തിരുവനന്തപുരത്തും വന്നിട്ടുള്ള നമ്മുടെ ഒരു അറിയപ്പെടുന്ന ഫിലാറ്റലിസ്റ്റ്, ന്യൂമിസ്മാറ്റിസ്റ്റാണ് വേണു സാറ്. നമുക്കറിയാം, തിരുവനന്തപുരം ക്ലബ്ബുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ വേണു സാറിനെ കുറിച്ച് നല്ലപോലെ അറിയാം. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ വളരെ പഴയ ഒരു മെമ്പർ, വളരെ വർഷക്കാലമായി നാണയങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് ഇപ്പോൾ സുഖമില്ല, വയസ്സായിരിക്കുകയാണ്. എങ്കിൽ പോലും അതിന് ഇപ്പോഴും താതാത്മ്യം പ്രാപിക്കുന്ന ഒരു ദേഹമാണ് ബഹുമാന്യനായ ഗുരുക്കൾ സാറ്. ഗുരുക്കൾ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഡീലർമാർ, നമ്മുടെ മെമ്പർമാർ, കുട്ടികൾ, ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളവർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്, സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്ത പ്രിയ ഹഫീസ, PNBക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത വ്യക്തിത്വമാണ്. അതുകൊണ്ടും അനുഭവം കൊണ്ടും നമുക്കെന്നും പ്രചോദനമേകുന്ന സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നേതൃത്വ പാഠവും കൊണ്ടും കർമ്മോത്സുകത കൊണ്ടും അസോസിയേഷനെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്തുത പ്രസിഡന്റും ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനുമായിരിക്കുന്ന ശ്രീ ഷൈനെ
ഉപക്രമ പ്രസംഗത്തിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. പത്തനംതിട്ട ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് അസോസിയേഷൻ്റെ എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ നമ്മുടെ ക്ലബ്ബ് 36 വർഷമായി ഇങ്ങനെ നിലനിന്ന് പോകുന്നു. അതിന് നേതൃത്വം നൽകിയത് ഇപ്പോൾ നമ്മുടെ BSNൽ നിന്നും റിട്ടയർഡായിട്ടുള്ള ശ്രീ KK മാത്യു സാറാണ് ഈ ക്ലബിൻ്റെ സ്ഥാപകൻ. അത് പിന്തുടർച്ചയായിട്ട് 3-4 പേര് കൂടെ ചെറിയ രീതിയിൽ ക്ലബ്ബ് തുടങ്ങി. പിന്നീട് അത് നമ്മുടെ ക്ലബ്ബ് ഒരു 92 പേരിൽ കൂടുതലായിട്ടുണ്ട്. ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. അതിന് ആദ്യം മുതലേ ഇന്ന് വരെ സാറിനിപ്പം നമ്മുടെ ക്ലബിൻ്റെ രക്ഷാധികാരിയാണ്. അന്ന് മുതൽ ഇന്ന് വരെയും സാറ് ഈ ക്ലബിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞങ്ങളിലേക്ക് അത് പകർന്നുതരികയാണ് ചെയ്തത്. അപ്പം ഇപ്പോഴ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ക്ലബിൽ അറിയപ്പെടുന്ന കുറേ വ്യക്തികളുണ്ട്. അത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ. അതൊന്ന് ഹക്കീം സാറാണ്. ഹക്കീം സാറ് ശരിക്കും പറഞ്ഞാൽ 200ഓളം ദേശീയ അന്തർദേശീയ തലത്തിൽ എക്സിബിഷനുകൾ സംഘടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ലിങ്ക് ഓഫ് ഗുഡ്സ് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ക്ലബിലെ ഒരു അംഗമാകുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. അതുപോലെ തന്നെ സിബി മുള്ളനിക്കാട്, സന്തോഷ്, ഇവരെല്ലാവരും ഇന്റർനാഷണൽ എക്സിബിഷൻസൊക്കെ പോയിട്ടുള്ള വ്യക്തികളാണ്. എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് സിബി 2 ദിവസമായിട്ടുള്ളത്. നമ്മുടെ ക്ലബിലെ മെമ്പറാണ്. മലേഷ്യയിലെ ഒരു എക്സിബിഷൻ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ സന്തോഷം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പുതിയ ആൾക്കാർ ഇനി ഇതേപോലെ നമ്മുടെ ക്ലബിലുണ്ട്. അതുപോലെ ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോകാൻ തയ്യാറായി നിൽപ്പുണ്ട്. അപ്പം അതുപോലെ ഇപ്പോഴും പുതിയ ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട്. ഒരു 2-3 വർഷം കൊണ്ട് വളരെയധികം നല്ല രീതിയിൽ കളക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അത് പേരെടുത്ത് പറയുന്നില്ല. അവർക്കൊക്കെ എല്ലാവിധ സഹകരണവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ നമ്മളുടെ പലർക്കും പോകാൻ തിരക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഈ എക്സിബിഷൻ എല്ലാവരും നല്ല രീതിയിൽ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം. ഹ്രസ്വവും മനോഹരവുമായ വാക്കുകൾ കൊണ്ട് ഈ ചടങ്ങിന് ഒരു ആമുഖം നൽകിയ എന്റെ പ്രിയ സുഹൃത്ത് ഷൈനിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. PNBയുടെ 1 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായി കഴിഞ്ഞ 5 വർഷം അസോസിയേഷൻ സെക്രട്ടറിയായി സുദീർഘ സേവനമനുഷ്ഠിക്കുന്ന പ്രിയ ലളിത മാമിനെ വിനയപുരസ്സരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സാംസ്കാരിക കേരളത്തിന് മഹത് സംഭാവനകൾ നൽകിയിട്ടുള്ള പത്തനംതിട്ട ജില്ലയിൽ തപാൽ സ്റ്റാമ്പ് ശേഖരണത്തിലും അതിന്റെ പഠനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ പത്തനംതിട്ട ജില്ലാ ഫിലാറ്റലിക് അസോസിയേഷൻ എന്ന പേരിൽ 1987 ഓഗസ്റ്റ് 17 രൂപം കൊണ്ടു. എന്നാൽ 2011 ജൂൺ മാസം മുതൽ അടൂർ കേന്ദ്രമാക്കി നാണയം, കറൻസി, പുരാവസ്തു എന്നിവയുടെ ശേഖരണത്തിൽ താല്പര്യമുള്ളവരെ കൂട്ടി ഉൾപ്പെടുത്തി പത്തനംതിട്ട ജില്ലാ ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് അസോസിയേഷൻ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. തുടക്കത്തിൽ 8 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഈ പ്രസ്ഥാനം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 29 ലൈഫ് മെമ്പേഴ്സും 44 വാർഷിക വരിസംഖ്യ അടയ്ക്കുന്നവർ ഉൾപ്പെടെ കഴിഞ്ഞു എന്നത് അംഗങ്ങളുള്ള ഒരു പ്രസ്ഥാനമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയത്തക്ക നേട്ടമാണ്. ഈ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതും അസോസിയേഷൻ ഭാരവാഹികളെ എല്ലാ വർഷവും പൊതുയോഗം കൂടി തിരഞ്ഞെടുക്കുന്നവരും അവർ മികച്ച ഭരണം കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ക്ലബ് അംഗങ്ങൾ 3ാമത്തെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 അടൂരിൽ ഒത്തുകൂടുകയും ചെയ്യുന്നു. പ്രതിമാസ മീറ്റിംഗിലും എക്സിബിഷനിലും വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഡീലേഴ്സിനെ പങ്കെടുപ്പിക്കുന്നു. അതുമൂലം ശേഖരണക്കാർക്ക് ആവശ്യമായ സ്റ്റാമ്പ്, കറൻസി, കോയിൻ മുതലായവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള അവസരവും ഉണ്ട്. എല്ലാ മാസത്തെ മീറ്റിംഗിലും ലേലം വയ്ക്കാറുണ്ട്. യോഗത്തിന് ഹാജരാകുന്നവരുടെ കയ്യിൽ നിന്നും സിറ്റിംഗ് ഫീ ആയ 50 രൂപയും ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് 200 രൂപയും ഈടാക്കുന്നുണ്ട്. അംഗങ്ങൾക്കായി എല്ലാ മാസവും പഠന ക്ലാസ് നടത്തുന്നുണ്ട്. 2022-23 3 പഠന ടൂർ നടത്തുകയുണ്ടായി. 23-24 കാലയളവിൽ 13 മീറ്റിംഗും നടത്തുകയുണ്ടായി. പുതിയ മെമ്പേഴ്സും എത്താറുണ്ട്.
വർഷത്തിൽ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട്. അവ പഠനാർഹവും വിജ്ഞാനപ്രദവുമായതാണ്. അപൂർവങ്ങളിൽ അപൂർവമായ നിരവധി വസ്തുക്കൾ ക്ലബ് മെമ്പേഴ്സ് പ്രദർശിപ്പിക്കാറുണ്ട്. എല്ലാം തന്നെ സൗജന്യമായി കാണാവുന്നതുമാണ്. 34ാമത് എക്സിബിഷനാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നത്തെ പ്രദർശന വസ്തുക്കളിൽ വിവിധ രാജ്യങ്ങളിലെ കോയിൻസ്, കറൻസികളും ആന്റിക്സും കളക്റ്റബിൾസും ഉണ്ട്. കൂടാതെ പോർച്ചുഗീസിന്റെ, ഫ്രഞ്ചിന്റെ നാണയങ്ങളും നോട്ടുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. 100 വർഷത്തിലകം പഴക്കമുള്ള വാച്ചുകൾ, ക്യാമറകളും അതുപോലെ തന്നെ പുരാതന കാലങ്ങളിൽ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, താളിയോല ഗ്രന്ഥം, മുദ്രപത്രങ്ങൾ തുടങ്ങിയവയും ഈ പ്രദർശനത്തിൽ മറ്റൊരു ആകർഷണമാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചിട്ടയോടും കൃത്യതയോടും കൂടി ക്ലബിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് സംക്ഷിപ്തമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച ലതാമോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇനി അടൂർ പേക്സ് 2024 ഔപചാരികമായ ഉദ്ഘാടനത്തിനുള്ള സമയമാണ്. ഇന്നത്തെ വിശിഷ്ടാതിഥിയായി ഈ വേദിയിൽ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ MG ശശിഭൂഷൺ സാറാണ്. ചരിത്രകാരൻ, എഴുത്തുകാരൻ, നാണയശാസ്ത്രജ്ഞൻ എന്നിങ്ങനെ ബഹുമുഖ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശശിഭൂഷൺ സാർ എന്തുകൊണ്ടും ഈ ഉദ്ഘാടനത്തിന് ഏറ്റവും അനുയോജ്യമായ വ്യക്തിത്വമാണ്. ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സാറിനെ ഏറ്റവും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, ഈ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ ആർ ഷൈൻ, അസോസിയേഷന്റെ സെക്രട്ടറിയായ ശ്രീമതി ലത വിൽസൺ, സ്വാഗതം പറഞ്ഞ സുഹൃത്ത് ഹക്കീം മാളിയേക്കൽ, അസോസിയേഷന്റെ രക്ഷാധികാരി ശ്രീ കെ മാത്യു അവരുടെ, മഹേഷ് കുമാർ, സുഹൃത്തുക്കളെ, പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഫിലാറ്റലി ആൻഡ് ന്യൂമിസ്മാറ്റിക് അസോസിയേഷനെ പറ്റി ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ്, ഗോകുമാരൻ തമ്പിയെയും അതുപോലെ ഹക്കീമിനെയും പോലെയുള്ള സുഹൃത്തുക്കൾ ഈ സംഘടനയുമായി സജീവമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു എന്നതുകൊണ്ട് എനിക്കിതിനകത്തൊരു അതിഥിയായിട്ട് വരുന്നു എന്നുള്ള വിചാരമില്ല. മറിച്ച് എത്രയോ കാലമായി പരിചയമുള്ള ഒരു സംഘടനയുടെ വാർഷിക ചടങ്ങിൽ വരുന്നു
എന്ന വിചാരമേ ഉണ്ടായുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഈ പ്രദർശനം തന്നെ ആണ്. ഈ പ്രദർശനം ചെറുതാണ്, പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേ, അതായത് പ്രദർശനം അവതരിപ്പിച്ചിരിക്കുന്ന രീതി മാതൃകാപരമാണെന്ന് ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. നാണയങ്ങൾ മാത്രമല്ല, മറ്റ് നിത്യോപയോഗത്തിൽ നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, വിളക്കുകൾ, ഗ്രന്ഥങ്ങൾ, താളിയോലകൾ, ടൈപ്പ് റൈറ്ററുകൾ, അതുപോലെ ക്യാമറ, വാച്ച്, ഇതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രശംസനീയമായ കാര്യം അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന, സംവിധാനം ചെയ്തിരിക്കുന്ന ആ രീതിയിൽ ഒരു മാതൃകാപരമാണെന്നുള്ള കാര്യം ഞാൻ ആവർത്തിക്കുന്നു. ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ എനിക്ക് പറയാനുള്ളത്, 45 വർഷമായി നാണയങ്ങളുടെ അത്ഭുത ലോകവുമായി ഞാൻ ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് നാണയങ്ങൾ ശേഖരിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട് അത്ഭുതത്തോടെ. പക്ഷെ ഒരിക്കലും ഒരു നാണയ പഠിതാവായി മാറും എന്ന് ഞാൻ എന്നെപ്പറ്റി കരുതിയേയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് കോളേജ് അധ്യാപകനായ ഞാൻ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ കേരള പുരാവസ്തു വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ചെറിയ വാർത്ത പത്രത്തിൽ കണ്ടു. ആ വാർത്ത ഇങ്ങനെയായിരുന്നു: എറണാകുളത്തിന് അടുത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ കണ്ടു. ആ നാണയങ്ങൾ കണ്ടെത്തിയവർ തന്നെ എല്ലാം വീതം വെച്ച് കൊണ്ടുപോയി. എന്നാൽ പോലീസ് ഇടപെട്ടിട്ട് അത് തിരിച്ച് കിട്ടാവുന്നിടത്തോളം നാണയങ്ങൾ പിടിച്ചെടുത്ത് അത് പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ചെറിയ വാർത്തയാണ് വന്നത്. സ്വാഭാവികമായി അവിടെ ഒരു പുരാവസ്തു വകുപ്പിലെ ഒരാളുടെ പ്രതിനിധിയുടെ ഒരു സാന്നിധ്യം അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ മേലധികാരിയുടെ നിർദ്ദേശത്തിന് പോലും കാത്തു നിൽക്കാതെ അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെ കയ്യിലും ഈ നാണയങ്ങളിൽ ചിലത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ആകെ അറിയേണ്ടത് ഈ നാണയങ്ങൾ ഏത് കാലഘട്ടത്തിലേതാണ് എന്ന് മാത്രമായിരുന്നു. നാണയം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് റോമൻ നാണയങ്ങളാണെന്ന്. കാരണം ലാറ്റിൻ ഭാഷ, റോമൻ സ്ക്രിപ്റ്റ്, അതിലാണ് നാണയങ്ങൾ ലെജൻഡ്സ് എന്ന് പറയും. ഈ നാണയങ്ങളിലെ എഴുത്തുകൾക്ക് പറയുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ അറിവിന് വേണ്ടി പറയുകയാണ്, നാണയങ്ങളിലെ എഴുത്തുകൾ ലെജൻഡ്സ് എന്ന പേരിലാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഒരു നാണയത്തിന് മുൻവശമുണ്ട്, ഒബ്വേഴ്സ്. അതുപോലെ തന്നെ ഒരു നാണയത്തിന് പിൻഭാഗമുണ്ട്, അത് റിവേഴ്സ്. ഈ മുൻഭാഗത്തും പിൻഭാഗത്തും എഴുത്തുകൾ ഉണ്ടായിരിക്കും, അതുപോലെ രൂപങ്ങളുണ്ടായിരിക്കും. മുൻഭാഗത്തെ രൂപങ്ങൾ റോമൻ ചക്രവർത്തിമാരുടേതായിരുന്നു. പിൻഭാഗത്തെ രൂപങ്ങൾ റോമൻ മതത്തിൻ്റെ, ക്രിസ്തു മതത്തിന് മുമ്പ് റോമിൽ പ്രചരിച്ചിരുന്ന റോമിൻ്റെ ഔദ്യോഗിക മതത്തിൻ്റെ ദേവന്മാരുടെയും ദേവതമാരുടെയും രൂപങ്ങളുമായിരുന്നു കുത്തിവെച്ചിരുന്നത്. ആകെ നാണയങ്ങൾ
എത്ര കിട്ടി എന്ന് ചോദിച്ചപ്പോൾ പലരും അതിൻ്റെ എണ്ണം പലതായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് 2000-ഓളം നാണയങ്ങൾ കിട്ടിയെന്നാണ്. പക്ഷെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് 254 നാണയങ്ങളാണ്. ആ നാണയങ്ങളുടെ തന്നെ എണ്ണം ഒരു ദിവസം കൂടി ഞാൻ വൈകിയിരുന്നെങ്കിൽ വീണ്ടും കുറയുമായിരുന്നു. കാരണം അറിഞ്ഞിട്ട് ജില്ലാ തലത്തിലുള്ള സംസ്ഥാന തലത്തിലുള്ള പോലീസ് അധികൃതരൊക്കെ അവിടെ എത്തുന്നു. നല്ല ഉദ്ദേശത്തിലാണ് എത്തുന്നത്. കൂടുതൽ പറയണ്ടല്ലോ എന്താണ് നല്ല ഉദ്ദേശമെന്ന്. അപ്പോൾ അതിൻ്റെ എണ്ണം കുറയും. ഏതായാലും എണ്ണം കുറയാതിരിക്കുവാൻ അവിടെ ആ സന്ദർഭത്തിൽ എത്തിയത് സഹായമായി എന്നെനിക്ക് മനസ്സിലായി. വള്ളുവള്ളി എന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ആണ് ഈ നാണയങ്ങൾ കിട്ടിയത്. ഒരു നിർധന കുടുംബത്തിലെ പുരയിടത്തിൽ നിന്നായിരുന്നു ആ നാണയങ്ങൾ കിട്ടിയത്. ആ നിർധന കുടുംബം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ എക്കൽ കലർന്ന ചെളി മണ്ണ് വിൽക്കാൻ തീരുമാനിച്ചു. ഒരു ലോറി മണ്ണിന് 15 രൂപ. 1983 കഥയാണ് ഞാൻ ഈ പറയുന്നത്. 15 രൂപയ്ക്ക് ഒരു ലോഡ് മണ്ണ് വിറ്റാൽ ഒരു 10 ലോഡ് മണ്ണ് പോവുകയാണെങ്കിൽ 150 രൂപ കിട്ടും. ആ 150 രൂപ കരാർ പറഞ്ഞിട്ട് 10 ലോഡ് മണ്ണ് അവിടെ നിന്ന് മാറ്റാനായിട്ട് വീടിൻ്റെ ഉടമയായ മാധവിയമ്മ പറഞ്ഞു. ആ മാധവിയമ്മ പറഞ്ഞതനുസരിച്ച് കോൺട്രാക്ടർ വന്നിട്ട് ഇത് കിളച്ച് ലോറിയിൽ കയറ്റുകയാണ്. ആ സന്ദർഭത്തിലാണ് ഒരു മൺകുടം പിക്കാസ് കൊണ്ട് പൊട്ടി ചിതറി വീണതും ആ പിക്കാസിനകത്ത് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആ ജോലിയിൽ ഏർപ്പെട്ട ആളുകളും അവരുടെ കോൺട്രാക്ടറും മനസ്സിലാക്കിയതും അതെല്ലാം അവർ വീതം വെച്ച് എടുത്തു. മാധവിയമ്മ ഈ ശബ്ദം കേട്ട് ഓടി വന്നപ്പോൾ എൻ്റെ പുരയിടത്തിൽ നിന്ന് കിട്ടിയതാണ്, ഇത് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ 2 പിടി സ്വർണ്ണ നാണയങ്ങൾ അവർക്കും കൊടുത്തു. ബാക്കിയെല്ലാം വീതം വെച്ചു. ചില ആളുകൾ തൊട്ടടുത്തുള്ള കള്ളുഷാപ്പിൽ പോയപ്പോൾ സാധാരണ കള്ളുഷാപ്പുകാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, കാര്യമൊക്കെ ശരി, കാശ് ആദ്യം തരണം, അത് കഴിഞ്ഞ് കള്ളു കുപ്പി തരുവുള്ളൂ. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, കാശോ, ഞാനൊരു സ്വർണ്ണ നാണയം തരാം എന്ന് പറഞ്ഞ് നാണയം കൊടുത്തു. ഇന്ന് എനിക്ക് ഇഷ്ടം പോലെ, ഒരു കുപ്പിയൊന്നും പോരാ, എനിക്ക് ഈ സ്വർണത്തിന് മൂല്യം കണക്കാക്കി എനിക്ക് അതിനുള്ള കുപ്പി കള്ളു തരണം എന്ന് പറഞ്ഞു. ഇത് മുഴുവൻ പെട്ടെന്ന് നാട്ടിലൊക്കെ പാട്ടായി. അങ്ങനെയാണ് പോലീസ് എത്തിയത്. 1983 ഈ റോമൻ സ്വർണ്ണ നാണയ ലബ്ധി ലോകമെമ്പാടും അറിഞ്ഞു. ബ്രിട്ടീഷ് നാണയ സൊസൈറ്റി അറിഞ്ഞു. അവിടെ നിന്ന് പ്രതിനിധികൾ അവിടെ വന്നു. ഇന്റർനാഷണൽ സൊസൈറ്റിയുടെ ഭാരവാഹികൾ ന്യൂയോർക്കിൽ നിന്ന് ഈ വള്ളുവള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തി. നാണയങ്ങളുടെ വില പെട്ടെന്ന് കൂടി. ഞാൻ തന്നെ 2 ദിവസം പോലീസ് സ്റ്റേഷനിലിരുന്ന് ഈ നാണയങ്ങൾ കാറ്റലോഗ് ചെയ്തു. പക്ഷെ ഞാൻ പോലീസുകാരോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല ഈ നാണയങ്ങൾ റോമൻ നാണയങ്ങളാണെന്ന്. കാരണം ഈ നാണയങ്ങൾ റോമൻ നാണയങ്ങളാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കൈവശം സൂക്ഷിച്ചു വച്ചിരിക്കുന്നവർ അത് പിന്നീട് ഒരിക്കലും കാണിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പത്രത്തിലൊരു വാർത്ത എഴുതി കൊടുത്തു. ആ വാർത്ത ഇങ്ങനെയായിരുന്നു, റോമൻ നാണയങ്ങളാണ്, ഇതൊരു പക്ഷേ പോർട്ടുഗീസ് നാണയമായിരിക്കും എന്ന് പറഞ്ഞു. പോർട്ടുഗീസ് നാണയമൊക്കെ നമുക്ക് പിന്നെയും കിട്ടും. അതുകൊണ്ട് അങ്ങനെ ഒരു കളവ് പറഞ്ഞു, വാർത്തയായിട്ട് അത് വന്നു. എന്നാൽ എൻ്റെ മേലധികാരികളോട് എനിക്കിങ്ങനെ നുണ പറയാൻ കഴിയുമായിരുന്നില്ല. അവരോട് ഞാനിത് റോമൻ നാണയമാണെന്ന് അറിയിച്ചു. ആ മേധാവി അന്നത്തെ പുരാവസ്തു വകുപ്പ് മന്ത്രിയോട്, അദ്ദേഹം അന്ന് ഇലക്ട്രിസിറ്റിയുടെ മന്ത്രി കൂടിയാണ്, പേര് പറയുന്നില്ല, ഊഹിച്ചുകൊള്ളുക, അദ്ദേഹം കാനഡയിൽ നിന്ന് ജനറേറ്ററിൻ്റെ ഒരു ഇടപാടുമൊക്കെ കഴിഞ്ഞ് വന്നു. അദ്ദേഹത്തിനോട് എയർപോർട്ടിൽ വെച്ച് തന്നെ പത്രപ്രവർത്തകർ ചോദിച്ചു, ഈ വള്ളുവള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നാണയങ്ങൾ കിട്ടിയല്ലോ, സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന്.
ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, അത് റോമൻ നാണയങ്ങളാണ്, ഞങ്ങൾ ഉടൻ തന്നെ അത് സംരക്ഷിക്കും എന്ന് പറഞ്ഞു. അതോടുകൂടി വള്ളുവള്ളിയിലെ നാണയങ്ങൾ ശേഖരിച്ചിരുന്നവരെ പിന്നെ അത് പുറത്ത് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് 254 നാണയങ്ങൾ മാത്രമേ നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഞാനൊരു അഭിമാനത്തോടെ പറയട്ടെ, ഈ 254 നാണയങ്ങൾ ഇന്ന് സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ സൂക്ഷിപ്പിൽ ഇന്നും ഉണ്ട്. അന്നവിടെ പോയില്ലെങ്കിൽ, ഇത് കാറ്റലോഗ് ചെയ്തിരുന്നില്ലെങ്കിൽ, ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ലെങ്കിൽ ഈ നാണയങ്ങൾ ചിലപ്പോൾ 54 കുറഞ്ഞേനെ, അല്ലെങ്കിൽ 154 കുറഞ്ഞേനെ, ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ 4 കുറഞ്ഞേനെ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സംവിധാനം, ഭരണ സംവിധാനത്തിൻ്റെ സവിശേഷത. അതേ തുടർന്ന് ഈ വള്ളുവള്ളിയിലെ നാണയങ്ങൾക്ക് കൗണ്ടർ ഫീറ്റ് അടിക്കാൻ തുടങ്ങി. വ്യാജ നാണയങ്ങൾ, അവിടെയുള്ള ജ്വല്ലറികൾ, തൊട്ടടുത്തുള്ള എറണാകുളത്തെയും നമുക്കറിയാവുന്ന തൃശ്ശൂരാണ് കേരളത്തിലെ ജ്വല്ലറികളുടെ വത്തിക്കാൻ. ആ തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തങ്ങളായ പല ജ്വല്ലറികളും ഇതിൻ്റെ കൗണ്ടർ ഫീറ്റ് അടിച്ചു. അത് ചിലരൊക്കെ വാങ്ങിച്ചു. പക്ഷേ വിദേശികളെ പറ്റിക്കാൻ പറ്റുകയില്ല. അവർക്ക് യഥാർത്ഥ നാണയവും വ്യാജ നാണയവും തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് നിരവധി കേസുകൾ തുടർന്ന് ഉണ്ടായി. 1-2 പേരെയൊക്കെ അറസ്റ്റ് ചെയ്തു. അതോടുകൂടി ആ കൗണ്ടർ ഫീറ്റ് അടിക്കുന്നത് മതിയാക്കി. ഇന്ന് ലോകമെമ്പാടും വള്ളുവള്ളി നാണയങ്ങളുടെ പറ്റി ഇന്ന് അറിയാം. ലോകത്തെ നാണയ വിജ്ഞാനികൾക്ക് അറിയാം. ഈ നാണയ ശേഖരത്തിൻ്റെ കാറ്റലോഗിങ്ങിനും ഔദ്യോഗികമായ രേഖപ്പെടുത്തലിനും ഞാൻ ഒരു ഉപകരണമായി എന്നത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അതിനുശേഷമാണ് വളരെ ഗൗരവപൂർവ്വം ഈ നാണയ പഠനത്തിലേക്ക് ഞാൻ മാറുന്നത്. നാണയങ്ങൾ ആധികാരിക ചരിത്ര സാമഗ്രികളാണെന്ന് എനിക്ക് അവിടെ ഇരിക്കുന്ന എൻ്റെ കുട്ടികളോട് പറയാൻ അതാണ് എനിക്കിന്ന് ഉള്ളത്. അതായത് ചരിത്രം എന്ന് പറഞ്ഞാൽ അതിന് പ്രൈമറി സോഴ്സ് എന്ന് പറയും. ആ പ്രൈമറി സോഴ്സിലെ രേഖപ്പെടുത്തലുകൾ വെച്ചുകൊണ്ടാണ് ചരിത്രം എഴുതേണ്ടത്. ആ പ്രൈമറി സോഴ്സിലെ തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാണയങ്ങളാണ്. കാരണം നാണയങ്ങൾ കളവ് പറയില്ല. നാണയങ്ങൾ കളവ് പറയുന്നു വെച്ചാൽ കള്ളനാണയങ്ങളുണ്ട്. പക്ഷെ പൊതുവെ പറഞ്ഞാൽ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന നാണയങ്ങളെ നമുക്ക് വിശ്വസിക്കാം. അവയൊരിക്കലും കള്ളം പറയുകയില്ല. അക്ബറിൻ്റെ നാണയങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ അത് ഹുമയൂണിൻ്റെ നാണയങ്ങളാണെങ്കിലും, ഔറംഗസീബിൻ്റെ നാണയങ്ങളാണെങ്കിലും, ഷാജഹാൻ്റെ നാണയങ്ങളാണെങ്കിലും നമുക്ക് കണ്ടാൽ അറിയാം അത് ഏത് മിൻറ്റിൽ നിന്ന് അടിച്ചതാണ്, അത് ഏത് സന്ദർഭത്തിൽ അടിച്ചതാണ് എന്നൊക്കെ അറിയാൻ സാധിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. അക്ബർ ചക്രവർത്തി, നിങ്ങൾക്കറിയാമോ, സീതാരാമന്മാരെ കഥാപാത്രങ്ങളാക്കിയിട്ട് നാണയം ഇറക്കിയിട്ടുണ്ട്. ആ നാണയത്തിൻ്റെ പേര് സീതാരാമ നാണയം എന്നാണ്. അദ്ദേഹം ദീൻ ഇലാഹി എന്ന് പറയുന്ന മതം, അല്ലെങ്കിൽ സമന്വയ മതം രൂപീകരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന കോട്ടയിൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിനൊരു മുസ്ലിം ഭാര്യയുണ്ടായിരുന്നു, അദ്ദേഹത്തിനൊരു ഹിന്ദു ഭാര്യയുണ്ടായിരുന്നു, അദ്ദേഹത്തിനൊരു ക്രിസ്ത്യൻ ഭാര്യയുണ്ടായിരുന്നു. ഈ 3 ഭാര്യമാർക്കും ഫത്തേപൂർ സിക്രിയിൽ 3 ദേവാലയങ്ങൾ പണിയിച്ചു കൊടുത്തു. ഫത്തേപൂർ സിക്രിയിൽ ഇന്നും ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. ഫത്തേപൂർ സിക്രിയിൽ ഒരു ഇസ്ലാം ആരാധനാലയമുണ്ട്. ഫത്തേപൂർ സിക്രിയിൽ അദ്ദേഹത്തിൻ്റെ ഗോവക്കാരിയായ കത്തോലിക്ക വനിതയ്ക്ക് ഒരു ക്രിസ്ത്യൻ ചർച്ചുമുണ്ട്. ഇങ്ങനെയുള്ള അക്ബറാണ് ദീൻ ഇലാഹി എന്ന മതം. ആകെപ്പാട് 22 പേരെ ആ മതത്തിൽ ചേർന്നുള്ളൂ. പ്രജകളാരും ചേർന്നില്ല. കാരണം പ്രജകൾക്കറിയാം ഈ അക്ബറിൻ്റെ കാലം കഴിയുന്തോറും ഈ മതവും വിസ്മൃതമാകുമെന്ന്. പക്ഷേ അക്ബർ ആരംഭിച്ച ആ മതത്തിൽ ബീർബൽ ഉണ്ടായിരുന്നു.
ആ മതത്തിൽ മാൻ സിംഗ് ഉണ്ടായിരുന്നു, അക്ബറിൻ്റെ ഭാര്യമാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും വിശ്വസിച്ച ആ ദീൻ ഇലാഹിയിൽ ചേർന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അക്ബർ പുറത്തിറക്കിയ നാണയമാണ് സീതാരാമ നാണയം. ആ നാണയം പുറത്തിറക്കിയപ്പോൾ അക്ബറിൻ്റെ ആഗ്രയിലെ മതപുരോഹിതന്മാരിൽ ചിലര് അക്ബറിനോട് പറഞ്ഞു, ഈ നാണയം പിൻവലിക്കണം. ഈ നാണയം അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയാൽ അത് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ ഒക്കുകയില്ല, ഞങ്ങൾ എതിർക്കും, ഞങ്ങൾ ചക്രവർത്തിയുമായി ചിലപ്പോൾ ഒരു തുറന്ന യുദ്ധത്തിന് തന്നെ തയ്യാറായേക്കും. മാത്രമല്ല, ചക്രവർത്തിയുടെ മകൻ പിൽക്കാലത്ത് ഷാജഹാൻ, അന്ന് സലീം രാജകുമാരൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നും അവർ അറിയിച്ചു. അക്ബർ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അടുത്ത വർഷം വീണ്ടും സീതാരാമ നാണയങ്ങൾ ഇറക്കി. ഞാനിത് പറയുന്നത് ഇന്ത്യയുടെ ഔദ്യോഗിക ചരിത്രത്തിലൊന്നും ഞാനിത് വായിച്ചിട്ടില്ല, അക്ബർ ഇങ്ങനെ സീതാരാമ നാണയങ്ങൾ ഇറക്കി എന്നുള്ള കാര്യം. പക്ഷേ അതൊരു സത്യമാണ്. നാണയങ്ങൾ ഔദ്യോഗിക ചരിത്രകാരന്മാർ ഒരുപക്ഷെ മറച്ചു വയ്ക്കുന്ന അല്ലെങ്കിൽ വേണ്ടത്ര പ്രാധാന്യം നൽകാത്ത ചരിത്ര സത്യങ്ങളെ അമൂല്യങ്ങളായി കാത്തു സൂക്ഷിക്കും എന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അശോകന്റെ നാണയങ്ങളിൽ അല്ലെങ്കിൽ മഗധയുടെ നാണയങ്ങളിൽ ഞാനത് പറയുമ്പോൾ അഭിമാനത്തോടെ പറയട്ടെ, കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ഏതാണ്ട് 180ഓളം നാണയങ്ങൾ ഈ അടൂരിലെ സംഘടനയിലെ ഒരു അംഗത്തിൻ്റെ കൈവശമുണ്ട്. വേറെ ആരുടെ കയ്യിലും ഇല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഞാനത് ഒരു പ്രദർശനത്തിൽ വെച്ച് കണ്ടു, എന്നെ അത്ഭുതപ്പെടുത്തി. ഇന്ന് വരെ ഞാൻ കേരളത്തിലെ 6 സ്ഥലങ്ങളിൽ നിന്നാണ് പഞ്ച് മാർക്ക് നാണയങ്ങൾ അഥവാ മുദ്രിത നാണയങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതിൽ ഈ 6 അതിൽ 6ാമത്തേതാണ് കരുനാഗപ്പള്ളി. ബാക്കി 5 എണ്ണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലെ ഈ നാണയങ്ങൾ ഇന്ന് വരെ ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ഈ സൊസൈറ്റിയോട് ആവശ്യപ്പെടാനുള്ളത്, ഈ സൊസൈറ്റിയുടേതായിട്ട് ഒരു പുസ്തകം, ഒരു ചെറിയ പുസ്തകം തയ്യാറാക്കണം. അങ്ങനെയാണെങ്കിൽ അടൂരിലെ ഫിലാറ്റിക് സൊസൈറ്റി എന്നും ചരിത്രത്തിൻ്റെ ഭാഗമായി ഉണ്ടാവും. നിങ്ങളതിന് തയ്യാറായാൽ മതി. അത് ക്ലാസിഫൈ ചെയ്തൊക്കെ തരുന്ന കാര്യമൊക്കെ ഏറ്റു. ഇനി ഞാൻ ആ മെമ്പറുടെ പേര് പറയാം, ഹക്കീം മാളിയേക്കൽ. ഹക്കീം മാളിയേക്കൽ ഇതുപോലെ വേറെയും ചില സാഹസങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ശാസ്താംകോട്ടയിലെ ശുദ്ധജല തടാകത്തിൽ നിന്ന് കുറച്ചു കാലം മുമ്പ് കുറച്ച് ചൈനീസ് നാണയങ്ങൾ കിട്ടി. ആ ചൈനീസ് നാണയങ്ങൾ കിട്ടിയപ്പോൾ അത് വെള്ളിയല്ല, അത് ഈയം കലർന്ന നാണയമാണ്, അത് വലിയ മൂല്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ഒരു അസീസ്, അല്ലെങ്കിൽ എങ്ങനെയല്ലേ പേര്, അസീസ് എന്ന് പറഞ്ഞ ആൾക്കാണ് ഈ നാണയങ്ങൾ കിട്ടിയത്. ഈ നാണയങ്ങൾ ഇത് പ്രാധാന്യം അസീസിനെ ഓർമ്മിപ്പിച്ച് അത് അവിടുത്തെ ശാസ്താംകോട്ട പഞ്ചായത്തിനെ കൊണ്ട് അത് ഏറ്റെടുപ്പിക്കുന്നതിനും ആ കൂട്ടത്തിൽ തിരഞ്ഞെടുത്ത ഏതാനും നാണയങ്ങൾ പഠനത്തിനായി എടുത്തതിലും ഹക്കീമിനെ അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അവിടെ കൊണ്ടും തീർന്നില്ല. കൊല്ലത്ത് വളരെ യാദൃശ്ചികമായി വാടി കടപ്പുറത്ത് കുറേ ചൈനീസ് ശേഖരം കിട്ടി നാണയങ്ങളുടെ. നാണയങ്ങളുടെ ശേഖരം കിട്ടിയത് ഈ ഒരു ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ട് കടലിന് ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് എക്കലായിട്ട് അടിഞ്ഞുകൂടിയ മണ്ണ് എടുത്തു മാറ്റുന്നതിനിടയിലാണ് നാണയങ്ങൾ തുറമുഖ വകുപ്പിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത് നാണയങ്ങളാണെന്ന്. എന്നാൽ നാണയങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ അതെല്ലാം പലരും ചേർന്ന് മൊത്തമായി വാങ്ങാൻ ശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞ് പത്രവാർത്ത വന്നപ്പോൾ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇതിലെ ഒരു നാണയമെങ്കിലും വാങ്ങാൻ പറ്റുമോ എന്ന് വിചാരിച്ച് കൊല്ലത്തെത്തി.
അവിടെ എത്തിയപ്പോൾ കാണാം ഒരു തൊപ്പിയൊക്കെ വെച്ച്. പെട്ടെന്ന് എനിക്ക് ആൾ മനസ്സിലായില്ല. സംസാരിച്ച് വന്നപ്പോഴാണ് ഈ തൊപ്പിക്കാരനെ മനസ്സിലായത്. മറ്റാരുമല്ല, സുഹൃത്തായ ഹക്കീമാണത്. ഹക്കീമിൻ്റെ പറഞ്ഞിട്ടാണ് എനിക്കും പഠനത്തിനായിട്ട് ഏതാനും നാണയങ്ങൾ കിട്ടിയത്. എനിക്ക് മാത്രമല്ല, വീണ സരസൻ എന്ന നാണയ പഠിതാവിനും അവിടെ നിന്ന് നാണയങ്ങൾ ശേഖരിക്കാൻ സാധിച്ചു. പിന്നീട് അവർ ഞങ്ങളുടെയൊക്കെ നാണയങ്ങൾ പഠിച്ച ശേഷം അതിഗംഭീരമായ ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. ഈ പുസ്തകം ലോകമെമ്പാടും എത്തിക്കഴിഞ്ഞു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ പുസ്തകത്തിനോ കൊല്ലത്തെ വാടി കടലിൽ നിന്ന് കിട്ടിയ നാണയങ്ങൾക്കോ അർഹമായ പ്രാധാന്യം ഇനിയും ലഭിച്ചിട്ടില്ല. ഞാനിത് പറയുന്നത് പലപ്പോഴും പഴയ തറവാടുകൾ പൊളിക്കുമ്പോൾ അവിടുത്തെ കന്നിമൂലയിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ അറയുടെ താഴെയുള്ള നിലവറയിൽ നിന്ന് ഒക്കെ നാണയങ്ങൾ ലഭിക്കും. പക്ഷെ ഈ നാണയങ്ങൾ പഠനത്തിനായിട്ട് എത്താറില്ല. അത് വെള്ളി നാണയങ്ങളാണെങ്കിൽ, അത് സ്വർണ്ണ നാണയങ്ങളാണെങ്കിൽ ലോഹ വിലയ്ക്ക് വാങ്ങിക്കുകയും ഉരുക്കിയെടുത്ത് അത് ആഭരണങ്ങളായി മാറ്റുകയുമാണ് നാളിതുവരെയായി നടന്നു വരുന്നത്. അതിനൊരു മാറ്റമുണ്ടായത് ബ്രിട്ടീഷുകാർ ഈ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും എല്ലാം വന്നതിന് ശേഷമാണ്. അങ്ങനെയാണ് റോമൻ നാണയങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. വടക്കേ മലബാറിൽ കിഴാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 6 തലച്ചുമട് സ്വർണ്ണ നാണയങ്ങൾ അങ്ങനെ കണ്ടെത്തി 19-ാം നൂറ്റാണ്ടിൽ. ആ നാണയങ്ങൾ പലതും ഇന്ന് മദ്രാസ് മ്യൂസിയത്തിൽ, തിരുവിതാംകൂറിലെ രാജകുടുംബത്തിൻ്റെ കയ്യിൽ, മെക്കാളെ സായിപ്പിൻ്റെ കൈവശമുണ്ടായിരുന്നത് കോട്ടയത്തെ പള്ളിയിൽ എല്ലാം ഇന്നും ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഈ നാണയങ്ങളെല്ലാം പോയി കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എൻ്റെ വിപുലമായ റോമൻ നാണയങ്ങളെ പറ്റിയുള്ള പുസ്തകം ഇനിയും വന്നിട്ടില്ല. പക്ഷേ വളരെ സമീപ ഭാവിയിൽ തന്നെ എനിക്കത് പ്രസിദ്ധീകരിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ആത്മവിശ്വാസം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ റോമൻ നാണയങ്ങൾ കേരളത്തിലെ കുരുമുളക് വിലയ്ക്ക് വാങ്ങിക്കാനായിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. കുരുമുളക് വാങ്ങിക്കാനായിട്ട് ഈ സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, മറിച്ച് അന്നത്തെ കേരളത്തിൽ ഒരു ഭരണകൂടം ഉള്ളത് കൊണ്ടാണ് കുരുമുളകിന് പകരം സ്വർണം ആവശ്യപ്പെടാൻ തൻ്റെ ഇടമുള്ള, അല്ലെങ്കിൽ സ്വർണം ആവശ്യപ്പെടാൻ ശക്തിയുള്ള ഒരു ഭരണകൂടം കൊടുങ്ങല്ലൂരിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ നമുക്ക് ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായത്. ലക്ഷദ്വീപില് കടമത്ത് എന്ന് പറയുന്ന ദ്വീപിന് സമീപം ആയിരക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ ഒരു 10-40 വർഷം മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം പോലും എവിടെയും എത്തിയിട്ടില്ല. എല്ലാം എവിടെയൊക്കെയോ പോയി മറഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. കാരണം ഇന്ന് മലയാളികൾക്ക്, കേരളീയർക്ക് നാണയങ്ങളുടെ മൂല്യം എന്താണെന്ന് അറിയാം. അതിന് തീർച്ചയായും ഫിലാറ്റലി ക്ലബ്ബുകൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അടൂർ സമീപഭാവിയിൽ അതിൻ്റെ വ്യക്തിത്വം തെളിയിക്കണം. തിരുവനന്തപുരത്തെ ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി, അതിൻ്റെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്, വേണുഗോപാലൻ ഉണ്ണിത്താൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്തെ ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി മുഗൾ നാണയങ്ങളെ പറ്റി ഒരു മോണോഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സുൽത്താൻ നാണയങ്ങളെക്കുറിച്ച് ഒരു മോണോഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ സർവീസിൽ ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു ഡോക്ടർ ആയ എൻ ശ്രീധറാണ് ഈ പുസ്തകങ്ങളുടെ രചയിതാവ് എന്ന് ആലോചിക്കുമ്പോൾ ഈ നാണയ പഠനം എന്ന് പറയുന്നത് ചരിത്രകാരന്മാരുടെ മാത്രം കുത്തകയൊന്നുമല്ല, മറിച്ച് യഥാർത്ഥമായ താല്പര്യമുള്ളവർക്ക് പഠന രംഗത്ത് നിർണായകമായ സംഭാവനകൾ നൽകുവാൻ കഴിയും എന്ന് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ശ്രീധർ എന്ന പുസ്തക ഗ്രന്ഥകാരനെ കുറിച്ചുകൂടെ പറഞ്ഞത്. ഞാൻ ചുരുക്കട്ടെ, അടൂർ തീർച്ചയായും ഒരു ഈടുറ്റ പ്രസിദ്ധീകരണത്തിലൂടെ
അതിൻ്റെ വ്യക്തിത്വം കാണിക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ ഈ ചടങ്ങിൽ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. അതുപോലെ ആഹ്ലാദത്തോടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. ആശയം കൊണ്ടും അവതരണം കൊണ്ടും പ്രൗഢഗംഭീരമായ ഒരു സന്ദേശം നൽകി വേദിയെ ധന്യമാക്കുകയും തന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്ത സാറിനോടുള്ള അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഹൃദയപൂർവ്വം അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് മെമെന്റോ നൽകി ആദരിക്കുന്നതിന് വേണ്ടി അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ഷൈനിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രായം കോരിയിട്ട ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിച്ചും PNBയുടെ പ്രവർത്തനങ്ങളിൽ എന്നും മുതൽക്കൂട്ടായിരിക്കുന്ന 3 മഹൽ വ്യക്തിത്വങ്ങളെ ഇന്നിവിടെ ആദരിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ആയിരുന്ന ദാമോദര കുര്യൻ സാറിനെ ഏറെ ആദരവോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഈ ചടങ്ങ് നിർവഹിക്കുന്നതിനായി ശശിഭൂഷൺ സാറിനെയും ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നത് ശ്രീ ഹക്കീം മാണിക്കൽ സാറാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തുമായി 289 എക്സിബിഷനുകൾ നടത്തിയിട്ടുള്ള മഹനീയമായ വ്യക്തിത്വം. 2017 389 രാജ്യങ്ങൾ ലോക രാജ്യങ്ങളുടെ കറൻസി ശേഖരണത്തിന് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ അദ്ദേഹത്തെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഈ വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങുന്നത് ക്ലബിന്റെ രക്ഷാധികാരിയായിരിക്കുന്ന മാത്യു സാറാണ്. ഗാന്ധി സ്റ്റാമ്പുകളുടെയും തിരുവിതാംകൂർ നാണയങ്ങളുടെയും ബാങ്ക് നോട്ടുകളുടെയും അപൂർവ ശേഖരം കൈമുതലായുള്ള മാത്യു സാർ PNBയുടെ സ്ഥാപക പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. നന്ദി ശശിഭൂഷൺ സർ. തുടർന്ന് ആശംസാ പ്രസംഗത്തിനായി തിരുവനന്തപുരം ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ്, സംസ്ഥാന ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് കോർഡിനേഷൻ സമിതി ചെയർമാൻ ശ്രീ വേണു പി ഉണ്ണിത്താൻ അവരുടെ ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ ഹാർദമായ ക്ഷണിക്കുന്നു. ബഹുമാനായ ഇതിൻ്റെ യോഗ അധ്യക്ഷൻ, എനിക്ക് അധികം പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പേരെടുത്ത് ഇവിടെ പറയുന്നില്ല. ഇവിടെ അതുപോലെ തന്നെ എന്നെ ഒരു സയൻസ് ഐച്ഛിക വിഷയമായി എടുക്കുകയും എന്നെ നാണയ പഠനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് പിന്നീട് എന്നെ അതിൻ്റെ ചരിത്ര പഠനത്തിലേക്ക് എൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യാൻ എന്നെ കൈപിടിച്ചുയർത്തിയ ശശിഭൂഷൺ സാർ, ഹക്കീം മാണിക്കൽ സാർ, ഞങ്ങളൊക്കെ ഇവിടെ ചില പരിചിതരാണ്. ഇവിടെ വന്നപ്പോൾ ആണ് വലിയൊരു സൗഹൃദത്തിൻ്റെ മധ്യത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് മനസ്സിലായത്. മറ്റു പലരെയും അറിഞ്ഞുകൂടെങ്കിൽ പോലും ഇവിടെ പ്രദീപുണ്ട്. അതുപോലെ എന്നെ ഇവിടെ ക്ഷണിച്ച ശ്രീ മന്മഥൻ അവർ, ബഹുമാന്യരായ ഈ വേദിയിലും യോഗത്തിലും ഇരിക്കുന്ന
ഈ അസോസിയേഷൻ അംഗങ്ങളെ. യാദൃശ്ചികമായിട്ടാണ് ഇവിടെ വന്നത്. ശശിഭൂഷൺ സാറിനൊരു നല്ല പാലടപ്രഥമം വിളമ്പിയതിൻ്റെ ഇടയിൽ ഒരു ചെന്നിനായോ അല്ലെങ്കിൽ ഈ പറയുന്ന കിരിയാത്ത് കഷായം ഇവിടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഉള്ള രുചി ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വന്നതിന് വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാൻ 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് വേദി വിട്ടോളാം എന്ന് പറയുകയാണ്. ഇനി പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതാണ് നമ്മുടെ ന്യൂമിസ്മാറ്റിക്കും ഫിലാറ്റലിയും. ഈ ലോകോത്തര നാണയത്തിന്റെ പഠനങ്ങൾ നമ്മൾ പലപ്പോഴും ഐതിഹ്യങ്ങൾ ചരിത്രമാകുന്നു. നമുക്കറിയാം ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. ഇപ്പൊ ഐതിഹ്യം എന്ത്, ചരിത്രം എന്ത് എന്ന് നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ആളുകൾക്ക് അറിയുന്നതാണ്. ഈ പറയുന്നതെല്ലാം പലരും പറയുന്നത് ഇതാണ് ചരിത്രം, ഇതാണ് ചരിത്രം, ഇതാണ് ചരിത്രം എന്ന് പറയും. പലപ്പോഴും അത് ഐതിഹ്യങ്ങളായി തന്നെ നിലനിൽക്കുകയാണ്. ഐതിഹ്യങ്ങളെ ചരിത്രമാക്കി ബന്ധിപ്പിക്കുന്ന ഘടകമാണ് നാണയങ്ങൾ. അതാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. നമ്മുടെ BC മുതൽ നമ്മുടെ ന്യൂമിസ്മാറ്റിക്കിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ഇന്ന് ആകാംക്ഷാപൂർവം പഠിക്കുന്ന ഒരു ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് വെസ്റ്റേൺ ന്യൂമിസ്മാറ്റിക്സ്, അതേപോലെ തന്നെ ഇന്ത്യൻ ന്യൂമിസ്മാറ്റിക്സ്, അതേപോലെ ചൈനീസ് ന്യൂമിസ്മാറ്റിക്സ്. ന്യൂമിസ്മാറ്റിക്സ് ഈ 3 മേഖലകളെ കേന്ദ്രീകരിച്ചാണ് വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ തന്നെ ഒരുപാട് വൈവിധ്യങ്ങളുള്ളൊരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഭാരതത്തിന്റെ വൈവിധ്യം നമുക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചൈനയിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ ന്യൂമിസ്മാറ്റിക്കിന്റെ ചരിത്രത്തിലോ ഒരു ഭാരതീയൻ അവിടെ നിന്ന് രാജ്യം ഭരിച്ചിരുന്നു എന്ന് നമുക്ക് വ്യക്തമായ ധാരണകളില്ല. ചില എവിഡൻസുകളുണ്ട്. സംസ്ഥാന പോലുള്ളവരുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ മറ്റു പല കംബോഡിയ രാജ്യങ്ങളുണ്ട് എങ്കിൽ പോലും അതിനുപരി ഇന്ത്യൻ ചരിത്രത്തിൽ ധാരാളം ആളുകൾ വന്നു പോയിട്ടുണ്ട്. ഇങ്ങനത്തെ നമ്മുടെ ഈ അലക്സാണ്ടർ പോലും വന്നു. അലക്സാണ്ടർ മുതലുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അലക്സാണ്ടർ അതേ നമ്മുടെ ഈ ഭാരത ചരിത്രത്തിൽ നമുക്ക് വ്യക്തമായ തെളിവുകൾ തരുന്നതാണ്. ഈ പറയുന്ന റോമൻ നാണയങ്ങൾ, ഗ്രീക്ക് നാണയങ്ങൾ, അതുപോലെ അവിടെ ഒരു കളക്ഷനിൽ വെച്ചിട്ടുണ്ട് ബൈസാന്റിയൻ, ശാകന്മാർ അല്ലെങ്കിൽ സിസിയൻസ്, ശാകവർഷം തന്നെ നമുക്കുണ്ട്. ഇങ്ങനെ അനേകം നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകത്തിനെയും ഭാരതത്തിന്റെ വൈവിധ്യത്തെയും ഒക്കെ നമ്മളിൽ എത്തിക്കുന്നുള്ള സാറിനോട് സൂചിപ്പിച്ചടക്കമുള്ള ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ എവിഡൻസ് എന്ന് പറയുന്നത് തീർച്ചയായും നാണയങ്ങളാണ്. അപ്പോൾ ഈ വലിയൊരു മഹാസാഗരമാണ്. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടതിലൊന്നും ഒരു മനുഷ്യായുസ് പോലും, ഒരു മനുഷ്യായുസ് 10 മനുഷ്യായുസ് കൊണ്ട് പോലും നമ്മുടെ നാണയങ്ങളുടെ ചരിത്രങ്ങളെ നമുക്ക് പഠിക്കാനോ ചിട്ടപ്പെടുത്താനോ കഴിയില്ല. പക്ഷെ നമ്മളുടെ ഈ നാണയ പഠനത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ടി വന്നത് ഈ പറയുന്ന കണക്ക് ഒരു മൈക്കൽ മിശ്രയോ അല്ലെങ്കിൽ കണ്ണിങ്ഹാമിനെയൊക്കെ പോലുള്ള ലോക ചരിത്രകാരന്മാരെ, വിദേശികൾ. അത് ഏറ്റവും അവസാനം നമ്മുടെ ഒരു ചരിത്രം എടുത്താൽ ഇവിടെ നമ്മുടെ തെക്കൻ തിരുവിതാംകൂർ കേന്ദ്രമാക്കിയിട്ടുള്ളൊരു നാണയമാണ് അനന്തശയനം. ഈ അനന്തശയന നാണയത്തിന്റെ പ്രാധാന്യം തന്നെ അനന്തശയനം നമ്മുടെ പുറം ലോകം അറിയുന്നതും അനന്തശയന നാണയങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ലൊരു മാർക്കറ്റ് വില ഉണ്ടായതും അത് കിട്ടാക്കനിയായി മാറിയതുമൊക്കെ ബാർബറാമിയേഴ്സ് എന്ന് പറയുന്ന ഒരു മതാവ് അവിടെ വന്ന് അവർ മലയാളം പഠിച്ച് അവർ നമ്മുടെ ക്ഷേത്രങ്ങളിലും എല്ലാം സഞ്ചരിച്ച് ക്ഷേത്രങ്ങളിലെ ചുവരുകളിലെല്ലാം ആലേഖനം ചെയ്തിരിക്കുന്ന ചിഹ്നങ്ങളും ആ ദേവതകളും ഒക്കെ, ആ ദേവതാ സങ്കല്പങ്ങളും ഒക്കെ പഠിച്ച് അത് ക്ലാസിഫൈ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയൊരു നിധി നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു കാര്യം ഉപകാരം കൂടെ ചെയ്തു. തിരുവനന്തപുരത്ത് നമ്മുടെ അസോസിയേഷനിലുണ്ടായിരുന്ന ആളുകൾ ശശിഭൂഷൺ സാറിന് അറിയാം, പക്ഷേ അഖിൽ സാറിന് അറിയാമായിരിക്കും. അവരൊരു കാര്യം ചെയ്തു. ബാർബറാമിയേഴ്സ് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം മദാമ്മയ്ക്ക് ഇരിക്കട്ടെ, അങ്ങേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് 2 കൈ നീട്ടി കൊടുത്തു. പക്ഷെ എന്തായാലും അവർ നമ്മളൊരു ഈ പറഞ്ഞത് ചുമ്മാ വെറുതെ കൊടുത്താണ്. പക്ഷെ അവരത് പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ നമ്മുടെ ഇത് ഇന്ത്യയിൽ തന്നെ ഈ പറയുന്നതൊക്കെ ലോക ചരിത്രത്തിൽ ആദ്യമായി ബുദ്ധമതം സ്വീകരിച്ച ഒരു ചക്രവർത്തി എന്ന് പറയുന്നത് ഗ്രീക്കിലെ മിലിന്ദനാണ്. മിലിന്ദന്റെ നാഗസേനന്റെ മിലിന്ദ പൻഹ എന്ന് പറയുന്നതാണ്. നമുക്ക് മിലിന്ദന്റെ നാണയങ്ങൾ നോക്കിയാൽ അറിയാം ആ കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം. മിലിന്ദൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ
ബുദ്ധമതത്തില് തേരവാദ ബുദ്ധമതത്തില് ആകൃഷ്ടനായി ഇവിടെ വന്ന് മിലിന്ദനെന്നുള്ള മെനാൻഡർ സോട്ടർ എന്ന് പറയുന്ന ഗ്രീക്ക് ചക്രവർത്തി മിലിന്ദനായപ്പോൾ വന്ന നാണയങ്ങൾ നോക്കിയാൽ അറിയില്ല, മുട്ടയടിച്ച് തലയിൽ ഇത് കിട്ടിയ ബുദ്ധ ഭിക്ഷുക്കളെപ്പോഴുള്ള നാണയങ്ങളാണ്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ അശ്വമേധങ്ങൾ നമ്മൾ ഈ ചരിത്രത്തിൽ പറയാറുണ്ട്. എന്തിനു പറയുന്നത്, അദ്ദേഹത്തിന്റെ മുൻഗാമിയായ അഗതോക്ലസ് വന്നപ്പോഴാണ് നമ്മൾ ആലോചിക്കുക, ഇത് ബി സിയിൽ നടന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ബി സിയിൽ അഗതോക്ലസിന്റെ നാണയം ഇതിലാണ് ബലരാമന് കലപ്പയും ഒരു എത്രയുണ്ട്. അതേപോലെ നമ്മുടെ ജനപദങ്ങൾ 16 മഹാജനപദങ്ങളുടെ നാണയങ്ങളിൽ നമ്മുടെ പ്രകൃതിയെയും, നമ്മളിപ്പോൾ ദുരന്തത്തിൽ തന്നെ നിൽക്കുന്ന ഒരു കാലമാണ്. അന്ന് പ്രകൃതിയെ ആരാധിച്ചിരുന്ന ചിഹ്നങ്ങൾ നോക്കിയാൽ നമുക്കറിയാം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. അതുപോലെ തന്നെ മരങ്ങൾ, വൃക്ഷാരാധന, നമ്മുടെ സംഘകാല നാണയങ്ങളിൽ നോക്കിയാൽ അറിയാൻ ട്രീ വിത്ത് റെയിൽ, മരങ്ങളെ സംരക്ഷിച്ച് റെയിലുകൾ കെട്ടി ചുറ്റാകെ നമ്മൾ വെച്ച് കെട്ടിയിട്ടുള്ള ട്രീ വിത്ത് റെയിൽ. അതുപോലെ തന്നെ നമ്മുടെ ആരാധിക്കുന്ന നമ്മുടെ ജന്തു വൈവിധ്യങ്ങൾ, ആനയും കടുവയും ആമയും മത്സ്യവുമെല്ലാം നമ്മുടെ തന്നെ നെയ്തൽ തിണ എന്ന് പറയുന്ന ഒരു സങ്കല്പങ്ങൾ നമ്മുടെ ഈ കേരളത്തിന്റെ തന്നെ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ മലയുടെ പ്രദേശം, കടൽ, ഇതിനെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന നാണയങ്ങൾ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മുതലാണ് നമ്മുടെ പഠനം നമ്മൾ ആരംഭിക്കേണ്ടത്. ഈ പറയുന്ന ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരെ, ചങ്ങനാശ്ശേരി വരെ ഒരു കാലത്ത് സമുദ്രമായിരുന്നു തൊട്ടടുത്ത്. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ചുരുക്കി കരകളും കടലുകളും പ്രതിക്ഷോഭങ്ങൾക്ക് ഉണ്ടാക്കി ചങ്ങനാശ്ശേരിയിൽ വരെ വരുന്ന മുത്തുച്ചിപ്പികൾ പോസ്റ്റലുകൾ ചങ്ങനാശ്ശേരിയിൽ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു കാലത്ത് ഒരു ഭാഗമായിരുന്നു, കടലിലേക്ക് ഭാഗമായിരുന്നു. അപ്പൊ ഇത്തരം ഞാൻ വളരെ ചുരുക്കി പറയാം, ഇത്തരം പഠനങ്ങളെല്ലാം തന്നെ നമുക്ക് 100% സാറിവിടെ സൂചിപ്പിച്ചിരുന്നു, 100% നമുക്ക് ആശ്രയിക്കാവുന്ന അതാണ് നമ്മുടെ നാണയങ്ങളുള്ള പഠനം. ഇന്ത്യയിൽ തന്നെ നമ്മൾ എത്രയോ വർഷം നമ്മളിപ്പോ സ്ത്രീ ശാക്തീകരണത്തിന് വരും. ഇവിടെ നമുക്കൊരു വനിതാ പ്രസിഡന്റ് ഉണ്ട്, വനിതാ സെക്രട്ടറി. അപ്പോ കേരളത്തില് ഞാൻ ഈ പറഞ്ഞ കിസാൻ കേരളത്തിൽ നമ്മുടെ ഈ സംഘടനയുടേതായിട്ട് അങ്ങോട്ടും പല കാസർഗോഡ് മുതൽ തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള രംഗങ്ങളിൽ തീർച്ചയായിട്ടും ഈ രംഗങ്ങളിൽ വരണം. നമ്മുടെ സ്ത്രീ ശാക്തീകരണം നമ്മൾ ഇപ്പൊ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ പറയുന്ന ഈ സ്ത്രീ ശാക്തീകരണമൊക്കെ ഈ അടുത്ത കാലത്താണ് വന്നിരുന്നത്. അല്ല, തീർച്ചയായും അല്ല. നമ്മുടെ നാഗരിക എന്ന് പറയുന്നത് ശാതവാഹന കാലത്ത് നാഗരിക എന്ന് പറഞ്ഞത് അവരാണ് ഇന്ത്യൻ നാണയത്തിൽ ആദ്യമായ ഒരു പേര് കൊട്ടിയിരുന്നത്. നാഗരിക ഒരു നാണയമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതിൽ നിന്ന് അതിനൊക്കെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു സ്വകാര്യ ക്ഷേത്രത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ നാണയത്തിലാണ് നാഗരികയെ കുറിച്ചിട്ടുള്ള ബ്രാഹ്മി ലിപിയും വന്നിട്ടുള്ളൂ, കരോഷ്ടി ബ്രാഹ്മി ലിപികൾ. അപ്പൊ ഇങ്ങനെ നമ്മുടെ പഠനങ്ങൾ അനന്തമായ സാധ്യതയുള്ള ഒന്നാണ് ന്യൂമിസ്മാറ്റിക്. ഈ വരുന്ന കുഞ്ഞു കുട്ടികളെ നമ്മൾ ഈ കാര്യങ്ങളിൽ ആകർഷിക്കണം. കാര്യം നമ്മളൊക്കെ സ്റ്റാമ്പുകളിലായിട്ട് സ്റ്റാമ്പുകൾ തുടങ്ങി നമ്മുടെ ലോക നാണയങ്ങളെ പരിചയപ്പെട്ട് പിന്നീട് നമ്മൾ കാര്യമായിട്ടാണ് പിന്നിലേക്ക് പോകുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. നമ്മുടെ എല്ലാം പഴയ കാലത്ത് ഇവിടെ ഇരിക്കുന്ന മുതിർന്നങ്ങൾക്ക് അറിയാം, ഓല കെട്ടിയ വീടുകളായിരുന്നു നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടായിരുന്നത്. എല്ലാം പിന്നീടാണ് ഓലയും ഓടും വന്ന് ഈ കോൺക്രീറ്റ് ശബ്ദങ്ങൾ വരുന്നതിന് മുമ്പ് ഓല കെട്ടിയ വീടുകളിലായിരുന്നു നമ്മൾ കഴിഞ്ഞിരുന്നത്. ഓല കെട്ടിയ ഒരു വീടിന്റെ പഴയ വീട് നിങ്ങൾ നോക്കിയാൽ ഓല മേയുന്ന വീടിന് എങ്ങനെയാണെന്നുള്ള അറിയാം. ഞങ്ങളൊക്കെ ഓല എടുത്തു കൊടുക്കാനും ഓല കെട്ടാനും ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്. എനിക്ക് നല്ല ഭംഗിയായി ഞാൻ ഓലയും കെട്ടും, ഓല എടുത്തു കൊടുക്കുകയും ചെയ്യും. അവിടെ ഏതൊരു വീട് കെട്ടുമ്പോഴും പുത്തോലയും പഴയോലയും ഇടും. പുത്തോല അടിയിൽ പഴയ ഓല അതിന് മുകളിൽ വിട്ടാണ് നമ്മളെ വീടുകൾ ഓല കെട്ടാറ്. അത് പുത്തോല കൊണ്ട് കെട്ടാൻ സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടല്ല, അത് അതിന്റെ ഒരു രീതി അതാണ്. അതുപോലെ പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു കുട്ടികൾക്ക്, കൊച്ചു മക്കളോടും ഇതിനകത്ത് കടന്നു വരുന്നവരോടും എനിക്ക് ഈ മേഖലയിൽ ദീർഘകാലമായി താല്പര്യമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ പുതിയ ഓല, പുത്തോലയോടൊപ്പം പഴയ ഓലയും, അതായത് നിങ്ങൾ പുതിയ നാണയങ്ങൾ കളക്ട് ചെയ്യുന്നതിനോടൊപ്പം പഴമയെ കുറിച്ച് കൂടി പഠിക്കണം. നമ്മുടെ ചരിത്രം അതിനെ പറ്റി ഒരു ചൊല്ലുണ്ട്, ജീവിതം നമ്മൾ നോക്കിക്കാണേണ്ടത് അല്ലെങ്കിൽ ജീവിതം പഠിക്കേണ്ടത് മുന്നോട്ട് നോക്കിയാണെങ്കിൽ ജീവിതം പഠിക്കേണ്ടത് പിന്നോട്ട് നോക്കിയാണ്. അവസരം തന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.
പ്രകാശിപ്പിക്കുവാനായി PNBയുടെ രക്ഷാധികാരിയായിരിക്കുന്ന ശ്രീ KK മാധവ് സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമായി ന്യൂമാൻ സ്കൂളിലെ കുട്ടികൾ പ്രദർശനം കാണാൻ എത്തിയിട്ടുണ്ട്. അവർക്കുള്ള നന്ദി ഞങ്ങളുടെ അസോസിയേഷൻ്റെ പേരിൽ അറിയിക്കുകയാണ്. എൻ്റെ കർത്തവ്യത്തിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പ്രത്യേകം കുട്ടികളെ ഓർത്താണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സിബിഷൻ മാത്രമല്ല, ക്വിറ്റ് ഇന്ത്യ ദിനം കൂടിയാണ്. ആഗസ്റ്റ് 9. അത് പ്രത്യേകം കുട്ടികൾക്ക് അറിയുമെന്ന് അറിയത്തില്ല. ചോദിച്ചാൽ തന്നെ അവർ പറയത്തില്ല, അറിയത്തില്ല എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് എന്ന് പറയും. പക്ഷെ അതല്ല, ഈ ക്വിറ്റ് ഇന്ത്യ ദിനം കൂടിയാണ് നമ്മുടെ ആഗസ്റ്റ് 9. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഈ അടുത്ത കാലത്ത് നടന്ന വയനാട് ദുരന്തത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം 1090 മലയാളം വർഷം 1099 ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായതും ഒരുപാട് പേരുടെ ജീവഹാനി ഒരുപാട് പേർക്ക് വന്നത്. രണ്ടാമത് പറയാനുള്ളത്, കൃത്യം 100 വർഷം കഴിഞ്ഞപ്പോൾ 100ാമത്തെ വർഷത്തിൽ വീണ്ടും നമുക്ക് വയനാട് ദുരന്തം ഉണ്ടായി. അതിനിടയിൽ 2018 നമ്മുടെ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും പത്തനംതിട്ട ഉൾപ്പെടെ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും നിരവധി ജീവൻ അപഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം കുട്ടികളുടെ ഉദ്ദേശത്തിനും അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയുന്നതാണ്. നേരത്തെ തന്നെ നമ്മളിവിടെ വന്നത് ഗവൺമെൻറ് സ്കൂളിലെ അടൂർ ഗവൺമെൻറ് വിക്ടേഴ്സ് ഹൈസ്കൂളിലെ കുട്ടികളാണ് വന്നിരുന്നു. അവർ തുടക്കം മുതലേ ഇപ്പോഴും പോകാതെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അവർക്കും ഞാൻ ആദ്യമേ സ്വാഗതം പറയുന്നു. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ അതിനു മുമ്പായി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഓരോരുത്തരും ഏകദേശം 91 അംഗങ്ങളുള്ളൊരു ക്ലബ്ബാണിപ്പം 8-ൽ തുടങ്ങി. ഞാൻ തുടങ്ങുന്ന സമയത്ത് 8 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങിയത്. അത് കായംകുളത്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പിന്നെ അടൂരേക്ക് ഷിഫ്റ്റ് ചെയ്തു. പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട പോലീസ് സൂപ്രണ്ടായിരുന്ന PD ജോൺ സാറാണ് അതിൻ്റെ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറിയായി. അങ്ങനെ തുടങ്ങിയതാണ്. അടൂര് വരാനുള്ള കാരണം, ഒന്ന്, കായംകുളത്ത് നിന്ന് ഞങ്ങൾ പോയി വരിക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രണ്ടാമത്, ഈ അടൂർ സമീപ പ്രദേശങ്ങളിലെ ആൾക്കാരാണ് ഇതിന് അംഗത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെയൊക്കെ സമീപിച്ചത്. അങ്ങനെ പരസ്യം കൊടുത്തു. ഇവിടെ 13-14 പേര് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ പ്രസിഡന്റാണ് ശ്രീ കുരുക്കൽ സാർ. ഞങ്ങൾ രണ്ടും കായംകുളം പോകുമ്പോൾ ഒന്നിച്ച് ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ്. അങ്ങനെ ഞാൻ സെക്രട്ടറി ആയിരുന്നു. ഉള്ള സ്ഥലപരിമിതി പോലെ എന്നാൽ ഈ വാടകയ്ക്കൊക്കെ കിട്ടാൻ വലിയ പ്രയാസം. 5 രൂപയൊക്കെ ആയിരുന്നു പിരിച്ചുകൊണ്ടിരുന്നത്. അത് ആളിന് നമുക്ക് പരിചയമുള്ളൊരു ടീച്ചറിൻ്റെ ആയതുകൊണ്ട് ഞായറാഴ്ച ഞങ്ങൾ ആൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. പിന്നീട് അതിന് 100 രൂപ വേണമെന്ന് പറഞ്ഞ് കറണ്ടിൻ്റെ ഉപയോഗത്തിൽ അങ്ങനെ കൊടുത്ത് ഞങ്ങൾ തുടങ്ങിയതാണ്. അദ്ദേഹത്തെ ഇപ്പോഴായിരിക്കുന്നത് ഏറ്റവും ഉചിതമാണ് എന്ന് തോന്നുന്നത്. ഇനി കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഒന്ന്, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഷൈനാണ്. നമ്മുടെ ഇന്നത്തെ അധ്യക്ഷനാണ്. ഷൈൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം നല്ല സുഖമില്ല. എങ്കിലും ആ തിരക്കെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചു. കോട്ടയത്തായിരുന്നു. സ്കൂൾ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ യാത്രയൊക്കെ വേണ്ടി വന്നതുകൊണ്ട് എങ്കിലും ഈ കർത്തവ്യത്തിൽ വരാനും ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് അലങ്കരിക്കാനും അദ്ദേഹം വന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തെ എൻ്റെ വ്യക്തിപരമായ പേരിലും അസോസിയേഷൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമത് പറയേണ്ടത് ശശിഭൂഷൺ സാറിനെയാണ്. അദ്ദേഹത്തെ കിട്ടിയത് തന്നെ നമുക്ക് വലിയ സന്തോഷം തന്നെയാണ്. കാരണം ഇത്രമാത്രം ചരിത്രമായിട്ട് പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയെ കിട്ടുക എന്ന് പറഞ്ഞത് അസീമിൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ
അദ്ദേഹത്തെ ക്ഷണിക്കാനും സാധിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹം ഈ ചടങ്ങിലെത്തി, യഥാസമയത്ത് എത്തി ഇവിടെ വന്ന് നമ്മളെ ഒരു പ്രഭാഷണം നടത്തി. ഈ ക്ലബിലെ മെമ്പേഴ്സിനും അസോസിയേഷനും എല്ലാം നല്ലൊരു വ്യക്തിത്വമാണ് എന്ന് പറയാനിരിക്കുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് എൻ്റെ വ്യക്തമായ പേരിലും അസോസിയേഷൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുക, നന്ദി അറിയിക്കുകയാണ്. അടുത്തായിട്ട് നന്ദി അറിയിക്കാനുള്ളത് നമ്മുടെ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ ക്ലബിൻ്റെ സെക്രട്ടറി സ്ത്രീകളായിട്ട് 4 പേരുണ്ട്. 4 പേരിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ സ്ഥാനം ഏറ്റെടുക്കുകയും കുടുംബസമേതം എവിടെ പോയാലും റിസൾട്ട് നമ്മുടെ വെളിയിൽ വന്ന് ഈ ഇന്നൊരു അതിഥി കൂടിയുണ്ട്. ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുത്ത് ഈ ക്ലബിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും തന്നെ ബുദ്ധിമുട്ടിയെങ്കിൽ തന്നെ പലപ്പോഴും നല്ല രാത്രി വരെ എന്നെ വിളിക്കുകയും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നോട് കൺസൾട്ട് ചെയ്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മാഡത്തിനെ ഈ വേദിയിലേക്ക് നന്ദി അറിയിക്കുകയും തിരക്കിനിടയിൽ വന്ന് ഈ നമ്മുടെ ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്ത മാഡത്തിനോടുള്ള നന്ദി അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അടുത്ത മാളികയിൽ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഗുരുക്കൾ സാറ് അട്ടിമാരിക്കൽ എല്ലാവർക്കും ഈ അസോസിയേഷൻ്റെ പേരിൽ എൻ്റെ വ്യക്തിഗതമായ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അടുത്ത് പറയുന്നത് ഡീലേഴ്സാണ്. ഡീലേഴ്സിൻ്റെ എങ്കിൽ നമ്മുടെ ക്ലബിലൊന്നുമില്ല. അവർക്ക് എൻ്റെ വ്യക്തിപരമായ പേരിൽ അസോസിയേഷൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അടുത്തത് നന്ദി അറിയിക്കാനുള്ളത് ഈ സ്കൂൾ കുട്ടികൾ എക്സിബിറ്റ് ചെയ്ത നമ്മുടെ അംഗങ്ങളോടാണ്. ആ അംഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയേണ്ട ആവശ്യമില്ല എങ്കിൽ ഇവരെല്ലാം നമ്മുടെ മെമ്പേഴ്സാണ്. ആവശ്യമില്ല എങ്കിൽ തന്നെ ഇതിലൊരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഓരോരുത്തരെയും കൈവശം ധാരാളം ഇതേപോലുള്ള ഒരാൾക്ക് ഇതേപോലുള്ള ആൾ നിറയെ അതിൽ കൂടുതൽ വെക്കാനായിട്ട് സാധനങ്ങളുണ്ട്, കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ പരിമിതിയിൽ ഒതുക്കിക്കൊണ്ട് നമ്മൾ ഈ എക്സിബിഷൻ നടത്തുകയാണ്. ഇതിൽ അസോസിയേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അടുത്തത് നന്ദി പറയാനുള്ളത്, ഈ ഹാള് നമുക്ക് വിട്ടു തന്നല്ല, മിനിമം റെൻറ്റിൽ ഒരുപാട് കുറച്ചാണ് നമുക്ക് എല്ലാ വർഷവും നമ്മളിവിടെ അസോസിയേഷനിലൂടെ എക്സിബിഷൻ നടത്തുന്നുണ്ട്. അതിൽ ഒരു കാര്യം എടുത്തു പറയാനുള്ള, പത്തനംതിട്ടയിൽ ഇപ്പോൾ ആള് കിട്ടാൻ പലരുടെയും പരാതി വന്നു. 4-5 പ്രാവശ്യം അടുപ്പിച്ചാണ് അടൂരിൽ പുഴ എക്സിബിഷൻ നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് അതൊന്ന് മാറ്റി നോക്കണമെന്ന് പലരും മെമ്പേഴ്സിൻ്റെ അഭിപ്രായമുണ്ട്. പക്ഷേ ഈ ക്ലബിലുള്ള 3/4 ആൾക്കാരും ഈ അസോസിയേഷൻ്റെ പരിസരത്ത് പത്തനംതിട്ട പേരാണെങ്കിൽ തന്നെ അടൂരാണ് ഞങ്ങൾ മീറ്റിംഗ് കൂടുന്നത്. ഇതിൻ്റെ പരിസരവാസികളാണ്. അതുകൊണ്ട് അവർക്ക് ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നതിൽ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ട ആള് കിട്ടാനും ബുദ്ധിമുട്ട്. ഞങ്ങൾ ഒരുപാട് തിരക്കിയതാണ്. ഞാൻ ഷൈനൊക്കെ ക്ഷമിച്ചതാണ്. ടൗൺ ഹാൾ കിട്ടിയിട്ടുണ്ടിരുന്നു. ടൗൺ ഹാൾ ഇപ്പം ചെയറിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതിന് എക്സിബിഷൻ നടത്താനുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അടൂര് തിരഞ്ഞെടുത്തത്. ഇനിയും ഒരു ഭാവിയിൽ ഏതെങ്കിലും പ്രദേശത്ത് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിവ് അവിടെ നടത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം എല്ലാ മാസവും ഞങ്ങൾ ചർച്ച ചെയ്തെടുക്കുന്നതാണ്. ആ ചർച്ചയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് കഴിയും. അവസാനമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഞാനൊക്കെ ഇപ്രാവശ്യം വെക്കാൻ ശ്രമിച്ചതല്ല. കാരണം ഒന്ന് തന്നെ, എല്ലാവരും പുതിയ ആൾക്കാർ ഇതിലേക്ക് വന്നു കഴിയുമ്പോഴും അവരുടെ വസ്തുക്കൾ, ശേഖരിക്കുന്ന വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഞങ്ങളുടെ തലമുറ കഴിഞ്ഞാൽ പുതിയ തലമുറ വരുമ്പോൾ അവർക്ക് ഇവിടെ വന്ന് ഇത് കാണുന്നതിനും മറ്റവരുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ കാണുന്നതിനും ഇതുപോലെ ശേഖരിക്കുന്നതിനുള്ള ഒരു സന്തോഷം അവർ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ പഴയ ആൾക്കാരെ ഒഴിഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ ഇതിൽ ക്ലബിൽ നിന്ന് മാറി നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടല്ല. അപ്പം അങ്ങനെ ഈ കുട്ടികൾ സ്കൂളുകളിലൊക്കെ പോയി അവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ട് അവർ വീണ്ടും ശേഖരിക്കാനുള്ള അവർക്കൊരു ഇഷ്ടം തോന്നും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാവരും കുട്ടികളെല്ലാം ശ്രമിക്കണമെന്ന്
ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ആരെങ്കിലും വേദിയിലും ഡയസിലും ഇരിക്കുന്ന ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഒറ്റ വാക്കിൽ അവർക്കെല്ലാം നന്ദി പറയുന്നുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ച സാറിനോടുള്ള സ്നേഹവും ആദരവും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ ആദ്യോടൊപ്പം പങ്കെടുത്ത് ഈ ഉദ്ഘാടന നിമിഷങ്ങളെ വിജയകരമാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ദേശീയഗാനം. അതിനായി ന്യൂമാൻ സെൻട്രൽ സ്കൂളിലെ മിടുക്കികളായ കുഞ്ഞുങ്ങളെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तब शुभ नामे जारे तब शुभ आशीष मांगे गावे